ലത്തീഫ് ഹാജിയുടെ ജീവിതത്തിൽ 976 ഞാനും 77 ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജിയും മക്കയിലെത്തി. ജിദ്ദയിലും മക്കയിലുമായി പല സമയത്തും മക്കയിൽ കൂട്ടുജീവിതം. നമ്മുടെ SYSന്റെ ഹജ്ജ് ഗ്രൂപ്പ് തുടങ്ങിയത് മുതൽ 22 വർഷം കഴിഞ്ഞു. അവിടെ മുതലാണ് കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള സന്ദർഭമുണ്ടായത്. അതിനു മുമ്പും ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്ര അണഞ്ഞ് എളാപ്പായമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ജീവിത രീതിയും അവരെ കുറിച്ചും എനിക്കറിയാം. അതേമാതിരി അദ്ദേഹത്തിന്റെ അളിയന്മാരെ കുറിച്ച്, അയ്യന്മാരെ കുറിച്ച്, പെങ്ങന്മാരെ കുറിച്ച്, പെങ്ങന്മാരെ മക്കളെ കുറിച്ച്, മരുമക്കളെ കുറിച്ച്, എല്ലാവരെ കുറിച്ചും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേമാതിരി എന്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത ഇപ്പോ ഇവിടെ നാട്ടുകാർ മുഹമ്മദ് അലി, ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ് പറഞ്ഞ മാതിരി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആകെയുള്ളത് അദ്ദേഹം കണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കിയിട്ടും പറയും. അദ്ദേഹം ഒരു കാറിൽ തിരുവനന്തപുരത്ത് പോയി ഒരു 3/4 മണിക്കൂറോളം അദ്ദേഹത്തോട് സംസാരിച്ച് അതേ മിനിറ്റിൽ തന്നെ തിരിച്ചെത്തുകയാണ്. രാവിലെ 9 മണിക്ക് എനിക്ക് പാണക്കാട് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ചെന്ന് നേരിട്ട് കാണാനും വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചു കളിച്ച് സംസാരിക്കാനും കഴിഞ്ഞു. അത് അള്ളാഹു എനിക്ക് തന്നൊരു അനുഗ്രഹമായിരിക്കാം. പിന്നെ അദ്ദേഹം KMCCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ട്രഷറർ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കുറെ കാലമായിട്ട് വൈസ് പ്രസിഡന്റാണ്, ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയും. അതാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഈ കഴിഞ്ഞ ഞങ്ങൾക്ക് സൗദി നാഷണൽ കമ്മിറ്റിയുടെ ഒരു സെക്യൂരിറ്റി സ്കീം ഉണ്ട്, അതിൽ ചേരാൻ പറഞ്ഞപ്പോൾ എനിക്കെന്തിനാ സെക്യൂരിറ്റി സ്കീം, ഞാൻ അതിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞു. മുജീബ് പറഞ്ഞു, ഇപ്പൊ നമ്മള് ഭാരവാഹികളെല്ലാരും സെക്യൂരിറ്റി സ്കീമിൽ അംഗമാണെന്ന് നിർബന്ധമെന്ന് പറഞ്ഞു. എന്നാ എഴുതിക്കോ എന്നു പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു നോമിനി ആയിട്ട് ആരെ എഴുതണം എന്ന് വെച്ചു. എന്റെ മറിയക്കും എന്റെ അമീനും അത് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്റെ അനിയന്റെ കുട്ടികൾക്കും ഭാര്യക്കും അവര് ആ ഫോം വാങ്ങിയിട്ട് അദ്ദേഹം തന്നെ അത് പിന്നെ അവകാശികളായിട്ട് അവരെ എഴുതുകയാണ് ചെയ്തത്. അപ്പോ വലിയൊരു, ഞാൻ കൂടുതലൊന്നും പറയില്ല. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA മന്ത്രിയുമായിരുന്ന സൂപ്പർ സാഹിബ് 2 വാക്ക് സംസാരിക്കും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ പരിപാടി ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലും യൂട്യൂബിലും ഇത് ലഭ്യമാണ്. എന്ന് നമ്മുടെ വിദേശത്തുള്ള കുട്ടികളൊക്കെ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കോട്ടുമല മോരി പൂക്കോട്ടൂർ സാഹിബ്, മറ്റു വേദിയിലുള്ള ബഹുമാനരെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ലത്തീഫ് ഹാജിയുടെ മരണവാർത്ത അറിയുന്നത് ദുബൈയിൽ നിന്നാണ്. അത് എന്നെ ഏറ്റവും വലിയ വേദന ആയി. ലത്തീഫ് ഹാജി എന്ന് പറയുന്ന ആ മഹാനുഭാവൻ 27 മുതലാണ് സൗദി അറേബ്യ പോയത് എന്ന് ഓർക്കുന്നു. ഞാനും KPM കുറെ വലിയ കുട്ടികൾ വന്ന് ആകെ സജീവമായി, നാടൊക്കെ വർത്തമാനമായി. ഞങ്ങള് നാടൻ ഭാഷയിൽ പറഞ്ഞാല് കുറച്ച് സമയം അവിടെ ആക്കും മൂക്കുട്ടി കിതാബ് ഓതി, വലിയ കിതാബുകളൊക്കെ ഓതി. ഈ കിതാബുകളൊക്കെ പട്ടിക്കാട്ടേക്കോ അല്ലെങ്കിൽ ബാക്കിയാത്തിലേക്കോ പോകാനുള്ള കിതാബുകളൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ഓതിയത്. ഉസ്താദിന് വലിയ സന്തോഷമായി. കാരണം ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജി, അതുപോലെ ഏതാണ്ട് ഈ ഭാഗത്തൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നുണ്ട്, കാഞ്ഞിരപ്പുഴ യൂസുഫ് ഫൈസി എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഉണ്ടായിരുന്നു. എനിക്ക് അന്നത്തെ വേറെ ഓർമ്മയുള്ളത്, പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അറിയില്ല. കാഞ്ഞിരപ്പുഴ യൂസുഫ്, കാവനൂർക്കാരൻ മൂസ മുസ്ലിയാർ, അങ്ങനെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് അലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മരിച്ചുപോയി.
ജ്യേഷ്ഠൻ മരിച്ചു. ഞങ്ങള് പ്രത്യേകിച്ച് ഈ 3 ആൾക്കാർ, ലത്തീഫ് ഹാജി കോട്ടുമരക്കാരന് ഒരു ഹംസ മുസ്ലിയാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കാവനൂർ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന ആള്, ഞാനും, ഞങ്ങൾ 4 പേര് പിരിയാത്തൊരു സംഘമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വല്ലാത്ത അടുപ്പമായിരുന്നു. എത്ര പേര് എന്ന് പറഞ്ഞാല്, ഇപ്പോ ഈ കാവനൂർക്കാരൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ചിലപ്പോ രാഷ്ട്രീയ മത ഭിന്നതയിലൊക്കെ നമ്മളെ കൂടെയുള്ള ആളല്ല. ഇവിടെ മരിച്ചന്ന് വന്നു പോയിട്ടുണ്ട്. ടെലിഫോൺ എടുക്കുമ്പോഴൊക്കെ കരയല്ലാതെ. അപ്പോ ഇയാള് നാട്ടിൽ നിന്ന് ഒരു സാഹചര്യത്തില് പിന്നെ കുറച്ചു നേരം സൗദിയിൽ പോയി വിട്ടു നിന്നപ്പോ വസ്തുക്കളൊക്കെ എന്റെ പേരിൽ മുക്തിയാർ തന്നിട്ടാ പോയത്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആ തരത്തിലുള്ള അടുപ്പമായിരുന്നു ഞങ്ങളൊക്കെ തമ്മിൽ നടത്തും. ഈ വല്ലാത്ത ഈ ആഗ്രഹത്തിലുള്ള കിതാബോത്തിൽ ഞങ്ങളുടെ നേതാവായിരുന്നു ലത്തീഫ് ഹാജി. അദ്ദേഹത്തിന് കിതാബ് കാര്യങ്ങളിൽ ഞങ്ങൾ ഈ വായിച്ചോത്ത് എന്ന് പറയുന്ന സമ്പ്രദായം ഉസ്താദന്മാർക്കൊക്കെ അറിയാം. അതിന് നേതൃത്വം നൽകിയിരുന്ന അദ്ദേഹമാണ്. പിന്നെ മലയാളത്തിൽ നന്നായി പ്രസംഗിക്കാൻ വെച്ചാൽ ഞങ്ങളുടെ അന്നത്തെ ഒരു റേഞ്ചിൽ അദ്ദേഹത്തിനാണ് സാധിച്ചിരുന്നത്. സമാജ പ്രവർത്തനങ്ങൾ തുടങ്ങിയവർക്ക് അദ്ദേഹമാണ് നേതൃത്വം നൽകിയിരുന്നത്. അപ്പോ പിന്നെ മരിക്കുന്നത് വരെ ആ ബന്ധം ഞങ്ങളിങ്ങനെ തുടർന്നു പോകുന്നു. വളാഞ്ചേരി മർക്കസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, വാഫി കോഴ്സിന്റെ പരിപാടിയുമായി. അവിടെ അദ്ദേഹം ഒരുപാട് ബാച്ചുകൾക്ക്, ഫൈനൽ ബാച്ചുകൾക്ക്, ഒരുപാട് ബാച്ചുകൾക്ക് അദ്ദേഹം സ്വന്തമായി സ്റ്റൈപ്പൻഡ് കൊടുത്തു പോകുന്നു. വിദ്യാർത്ഥികളാകുമ്പോൾ, മുതിർന്ന വിദ്യാർത്ഥികളാകുമ്പോൾ അവർക്ക് ഒന്നിനാത്രം പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭാഗത്തൊക്കെ. വലിയ ആളുകളാകുമ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മാന്റെക്കുന്ന് ഉപ്പാന്റെക്കുന്നൊക്കെ ചെലവിന് വാങ്ങിക്കാനൊക്കെയുള്ള പ്രയാസം. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ഒരു ഘട്ടം കടന്നു പോകുന്ന ആളെന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ട് അദ്ദേഹം ഒരുപാട് ബാച്ചുകൾക്ക് സ്വന്തമായി ജീവിത ചെലവുകൾ സ്റ്റൈപ്പൻഡ് കൊടുത്തു പോന്നു. അങ്ങനെ ആരും അറിയാതെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം സ്നേഹം കൊടുത്തു. ഒരുപാട് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തു. നിലപാടുകളായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. വളവ് തിരിവില്ലാതെ സത്യസന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുകയും ആരോടും തുറന്ന് പറയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പൂക്കോട്ടൂരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പഴയ കാര്യങ്ങളൊന്നും കൂടുതൽ ഇപ്പോ പറഞ്ഞ് സമയം കളയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കുറെ പറയുന്നതിലേറെ പറയൽ നല്ല കാര്യം തന്നെയാണ്. ഉൽഖുറു മഹാസിന മൗതാക്കും, മരിച്ച ആളുകളെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച കാര്യമാണ്, ഒരു ഇബാദത്താണ്. അള്ളാഹു ഇതൊക്കെ അങ്ങനെയാക്കി തീർക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു വലിയ ശാന്തി നൽകുമാറാകട്ടെ. അവരിലൂടെ അദ്ദേഹത്തിന്റെ ആ വിടവ് നികന്നു പോകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله. صدق الله مولانا العلي العظيم. ഈ അനുഗ്രഹീതമായ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പണ്ഡിതന്മാരും നേതാക്കളും KMCCയുടെയും SYSന്റെയും ഒക്കെ പ്രവർത്തകരും അടങ്ങുന്ന മഹാന്മാരായ
നേതാക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കൾ, ഈ മഹത്തായ സംഗമത്തിന് സാക്ഷികളായ പ്രിയപ്പെട്ട ലത്തീഫാജിയെ സ്നേഹിക്കുന്ന, അദ്ദേഹം സ്നേഹിച്ച നല്ലവരായ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വേദി ഒരുപാട് എടുത്തു പറയേണ്ട ആളുകളുണ്ട്. നമ്മൾ അനുസ്മരിക്കുന്ന ലത്തീഫാജിയുമായി വളരെ അഭേദ്യമായ വർഷങ്ങളുടെ ബന്ധമുള്ള ആളുകളുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയദൈർഘ്യം മൂലം ഞാൻ ഭയപ്പെടുകയാണ്. അനാദരവായി കാണരുത്. നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് തന്നെ കേവലം ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുമ്പോൾ അത് തന്നെ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പൊതുവെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം ഹദീസ് അല്ലെങ്കിലും മിൻ നിഅമത്തില്ലാഹി അലൈക ഹാജത്തുൻ നാസി ഇലൈക. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ടാവുക എന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ, വേദിയിലും സദസ്സിലുമുള്ള ആളുകളുടെയൊക്കെ മനസ്സ് പറയുന്നുണ്ട്, ലത്തീഫാജി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചു കാലം കൂടി അദ്ദേഹം നമുക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരുടെയും മനസ്സ് ഒതുക്കിപ്പിടിച്ച് പറയുന്നുണ്ട്. ആ ഒരു വികാരമാണ് സത്യത്തിൽ ഇത്ര പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ. മരിച്ച ദിവസമല്ല, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കൂടി ഇങ്ങനെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന മിൻ നിഅമത്തില്ലാഹി അലൈക ഹാജത്തുൻ നാസി ഇലൈക എന്ന് പറഞ്ഞ ജനങ്ങൾ അദ്ദേഹത്തെ ആഗ്രഹിച്ചത്. ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊണ്ടുപോയി. ആ ഒരു അവസ്ഥ ഒരു മനുഷ്യന് ലഭ്യമാവുക എന്നത് അദ്ദേഹത്തിന്റെ സേവനം കൊണ്ട് ലഭ്യമാകുന്ന, ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങളാണ് ഈ നിഅമത്തിനെ ഏറ്റവും അദ്ദേഹത്തെ പാത്രീഭൂതനാക്കിയത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ് എന്ന. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായി അല്ലാഹു സ്വീകരിക്കുന്നയാള് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളെ. ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നത് അവർ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഖൈറുൻ നാസിൽപ്പെട്ട ആളാണ്. അൻഫഉ എന്നാണ് അവിടെ ഉപയോഗിച്ച പദം, ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നയാൾ. നമ്മളൊക്കെ ലത്തീഫാജിയെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ചെയ്ത സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ഒട്ടനവധി പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം സമുദായത്തിനും സമുദായ സംഘടനകൾക്കും വ്യക്തികൾക്കും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹായത്തിന്റെ ഏറ്റവും വലിയൊരു മേഖല ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്നും തിരിച്ചു കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഒരു 2 പതിറ്റാണ്ടിലേറെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അലി പറഞ്ഞ പോലെ SYS ഹജ്ജ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും അതിന്റെ മുമ്പും അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്. ഒരു പ്രാസ്ഥാനിക പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങളിൽ മാതൃകയാക്കാൻ കഴിയും എന്ന് പഠിച്ചയാളാണ് ഞാൻ. ഇവിടെ ഈ വേദിയിൽ അദ്ദേഹവുമായി ബന്ധമുള്ള അഹമ്മദ് വൈസി അടക്കമുള്ള ദീർഘകാലത്തെ ബന്ധമുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ വേദനയുടെ ഒരു അടയാളം കൂറിയിട്ടുകൊണ്ടാണ് അദ്ദേഹം പോയത്. ഇതിന്റെ കാരണം ആരെയും വേദനിപ്പിക്കാത്തൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ അവർക്കൊപ്പം നിൽക്കുക എന്നതല്ല. ആൾക്കനുസരിച്ച് സംസാരിക്കുകയോ സന്ദർഭത്തിനനുസരിച്ച് മാറ്റിപ്പറയുകയോ ചെയ്യാതെ തന്നെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് സത്യത്തിൽ അദ്ദേഹത്തെ വ്യതിരിക്തനാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഹക്കീം വൈസിയും അതുപോലെ തന്നെ ഉസ്മാൻ വൈസിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു തികഞ്ഞ പണ്ഡിതനായിരുന്നു അദ്ദേഹം. പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ആ തറവാടിത്തം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും കാണാമായി. മഖ്ദൂമി കുടുംബമാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ഈ നാടിന്റെ കാദിയും ഇവിടുത്തെ മുദരിസുമായിരുന്ന അദ്ദേഹത്തിന്റെ ദർസിൽ ഓതി പഠിച്ചു. പ്രാഥമിക പഠനമായ ദർസിൽ തന്നെ നിർവഹിച്ചു. പിന്നെ പ്രധാനപ്പെട്ട പല ദർസുകളിലും അദ്ദേഹം പോയി. അതിൽപ്പെട്ട ഒന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിഭാസമനായിരുന്ന പണ്ഡിതൻ കിടങ്ങഴി ഉസ്താദിന്റെ ദർസ്. കിടങ്ങഴി അബ്ദുറഹ്മാൻ മിസ്രിയുടെ ദർസ് ആലത്തൂർ പള്ളിയിൽ സുപ്രസിദ്ധമായിരുന്നു. ആ ദർസിൽ അദ്ദേഹം ഓതി പഠിച്ചു. പിന്നെ അദ്ദേഹം മാരായമംഗലത്ത് പോയി MP മുഹമ്മദ് മുസ്ലിയുടെ ദർസിൽ പഠിച്ചു. പിന്നെ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധ പണ്ഡിതനായ അജ്ജരക്കണ്ടി അബ്ദുറഹ്മാൻ മിസ്രിയുടെ ദർസിൽ മാട്ടൂരിൽ പഠിച്ചു. അവിടങ്ങളിലൊക്കെ പഠിച്ച് തികഞ്ഞ പാണ്ഡിത്യമുള്ള ബിരുദമെടുത്തെങ്കിലും ബിരുദമെടുത്ത പണ്ഡിതന്മാരെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ദീനി പാണ്ഡിത്യമുള്ള പ്രതിഭാസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൂടുതലെടുത്ത് മനസ്സിലാക്കുന്നത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട മസലകൾ ചർച്ച ചെയ്യുന്ന വേദിയിലാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം ആ വിഷയത്തിലുള്ള ആഴത്തിലുള്ള പഠനം നടത്തിയതും വ്യക്തമായ അഭിപ്രായം പറയാനുള്ള ധൈര്യവും വിഷയത്തെക്കുറിച്ചൊരു മസല വരുമ്പോൾ കൃത്യമായി പറയാനുള്ള ധൈര്യം, അത് വല്ലാത്തൊരു ധൈര്യമാണ്. അങ്ങനെ പറയണമെങ്കിൽ കൃത്യമായ ആ കാര്യം കാണുകയും പഠിക്കുകയും ചെയ്യണം. നമ്മൾ പോലും വളരെ അപൂർവമായി കണ്ടെത്തിയ സംഗതികൾ, വളരെ പ്രയാസപ്പെട്ട് കണ്ടെത്തിയ സംഗതികൾ വളരെ ലളിതമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു. എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അദ്ദേഹം നേടിയെടുത്ത ഏറ്റവും വലിയൊരു സംഗതിയാണ്.
ഹജ്ജുമായി ബന്ധപ്പെട്ട വേളയിലാണല്ലോ ഈ ചർച്ചകൾ കൂടുതൽ വരുന്നത്. മറ്റു വിഷയത്തിൽ അദ്ദേഹത്തിന് അവഗാഹമില്ലെന്നല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ SYSന്റെ ഹജ്ജ് ഗ്രൂപ്പിൽ പോകുന്ന ഒരു ആദ്യ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ചർച്ച, ഒരുപാട് അമീർമാരും കൂടി വളരെ രസകരമായ രീതിയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അതിൽ വന്ന ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. അന്ന് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഒഴിവുള്ള വേളയിൽ ഒരിക്കലും ഇരുന്നിട്ട് എല്ലാവരും ഒരു 5-8 പേര് ഒന്നിച്ചിട്ട് പല ഗ്രൂപ്പിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളും ഒന്നിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ചർച്ചയിൽ ഒരു മുഖ്യ വിഷയം, ഞാൻ പിന്നെ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പരിശോധിക്കാൻ കാരണമായതാണ്. അവരുടെ മുഖ്യ വിഷയം സാധാരണഗതിയിൽ ഹജ്ജിനും ഉംറക്കും ഒക്കെ നമ്മൾ ഇഹ്റാം ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന്, എന്തിനാണ് ഒരാൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ, ഹറമിലുള്ള ഒരാൾ ഇഹ്റാം ചെയ്യുമ്പോൾ അതിന്റെ പുറത്തു പോയി ഇഹ്റാം ചെയ്യുന്നത്? അതേസമയത്ത് മക്കക്കാരനായ ഒരാളാണെങ്കിൽ അയാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ മക്കയിലെ റൂമിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യാം. പക്ഷെ അയാൾക്ക് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ ഹറമിന്റെ പുറത്തേക്ക് പോകണം. അതൊരു വലിയ വിഷയമാണ്. കാരണം ഹജ്ജല്ലേ ഉംറയേക്കാൾ ഏറ്റവും വലിയ സംഗതി. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ മക്കയിൽ താമസിക്കുന്ന, മക്കയിൽ വിസയുള്ള, മക്കയിൽ ജനിച്ചു വളർന്ന മക്കക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മക്കയിൽ ഏത് റൂമിലാണോ അല്ലെങ്കിൽ ഏത് വീട്ടിലാണോ താമസിക്കുന്നത്, മക്കക്കാരനാണെങ്കിൽ അവിടുന്ന് ഇഹ്റാം ചെയ്താൽ മതി. അയാൾക്ക് അറവ് വേണ്ട, അയാൾ മീക്കാത്തതാ. പക്ഷെ ഉംറയ്ക്ക് പുറത്തു പോകണം. എന്തിനു പുറത്തു പോകണം? ഇതൊരു വലിയ ചർച്ചയായി. അങ്ങനെ ചർച്ചയായി, വിഷയമായി ചർച്ച ചെയ്ത് അവസാനം ഈ ഗ്രൂപ്പ് ചർച്ച ചെയ്ത്, അപ്പൊ ഞാൻ എന്റെ ലളിതമായ, ഞാൻ നേരത്തെ അത് നോക്കി വെച്ചൊരു സംഗതി ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിനാണ് നോക്കി വെച്ച സംഗതി. ഞാൻ എന്റെ കാഴ്ചപ്പാട്, ഒരാൾ പറഞ്ഞത് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു, ഓരോരുത്തരും ഓരോ അഭിപ്രായം. ദീനിൽ യുക്തി ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു. അങ്ങനെയാണല്ലോ, യുക്തിയൊന്നും ചോദിക്കാൻ പാടില്ല, അല്ലാഹുവിന്റെ ദീനാണ്, നിയമങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കുക. അതൊരു ഒരു മറുപടിയാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു. സത്യത്തിൽ അതിന്റെ യഥാർത്ഥ വശം അന്ന് ഇതിപറ്റിയ ചർച്ചയിലില്ല. വളരെ പണിപ്പെട്ടി വിഷയത്തെക്കുറിച്ച് പുസ്തകം എഴുതുന്നത് കൊണ്ട് മാത്രം ക്ലാസ്സിന് വേണ്ടി അല്ലാതെ ഇപ്പൊ വായിച്ചപ്പോ കണ്ട ഒരു കാര്യം ഞാൻ അവതരിപ്പിച്ചു. സത്യത്തിൽ അതിന്റെ യഥാർത്ഥം എന്ന് പറയുന്നത്, ഉംറക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും ഒരാൾ പുറപ്പെട്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യേണ്ട കാര്യമല്ല, അതൊരു അധ്വാനമാണ്. എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും ഹില്ലും ഹറമും ഒരുമിച്ച് കൂട്ടണം എന്നതാണ് നിയമം. ഹില്ലും ഹറമും ഒരുമിച്ച് കൂട്ടുക. ഹില്ലെന്ന് പറഞ്ഞാൽ ഹറമിന്റെ പുറം, ഹറമെന്ന് പറയുമ്പോൾ ഹറമിന്റെ ഉള്ളിൽ. ഹജ്ജിന് ഒരാൾ ഇഹ്റാം ചെയ്താൽ, മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്താലും എവിടുന്ന് ഇഹ്റാം ചെയ്താലും അവിടെ അറഫയിൽ പോകുന്നുണ്ട്. അറഫ ഹറമിന്റെ പുറത്താ. അപ്പൊ അറഫയിൽ പോകുന്നത് കൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഹറമിന്റെ പുറത്തും പോയി അകത്തുമായി സംഗതി പൂർത്തിയായി. അതേസമയത്ത് മക്കക്കാരൻ ഉംറക്ക് അവിടുന്ന് ഇഹ്റാം ചെയ്താൽ അയാൾ ഹറമിന്റെ പുറത്തു പോകുന്നില്ല. ഉംറയുടെ അമലുകൾ മുഴുവൻ ആ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകിൽ ഇഹ്റാം ചെയ്യാൻ പുറത്തു പോകണം, അല്ലെങ്കിൽ ഇഹ്റാം ചെയ്ത് മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് പുറത്തുനിന്ന് പോയി വരണം. ഇത് കൃത്യമായി എല്ലാവരും വിശദീകരിക്കുന്നുണ്ട്. ഇത് നോക്കി വെക്കാത്തതുകൊണ്ട് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു. ഞാനന്ന് ചെറുപ്പമായതുകൊണ്ടും അത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടില്ല. അല്ല, ആ ചർച്ച വീണ്ടും അവസാനം ലത്തീഫാജി വന്നു. ലത്തീഫാജി വന്നപ്പോ ഈ ചർച്ച എടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ അതേ സംഗതി വളരെ കൃത്യമായി അദ്ദേഹം കിതാബിന്റെ പേജ് വെച്ച് പറഞ്ഞു. ആ പണ്ഡിതന്മാർ പരിശോധിച്ചു, വളരെ കൃത്യമാണ്. അത്ര കൃത്യമായി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഒരു വിഷയം അത് തന്നെയാണ്. ആ രീതിയിൽ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അത് പഠിച്ച ഒരു പാരമ്പര്യം അദ്ദേഹത്തിന്, ഒരു പണ്ഡിത പാരമ്പര്യം ശരിക്കും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അക്കിംവൈസി എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹം മരിച്ച ദിവസം ഒരു ലേഖനം എഴുതാൻ വേണ്ടി അദ്ദേഹം പഠിച്ച ദർസുകളെ കുറിച്ച് എനിക്ക് ഇത്ര കൂടുതൽ അറിയില്ലല്ലോ. ഞാൻ അക്കിംവൈസിയെ വിളിച്ചപ്പോ അക്കിംവൈസി എന്നോട് ഉടനെ പറഞ്ഞ മറുപടി, നല്ല കിതാബ് തിരുന്ന മുസ്ലിയാരായിരുന്നു കേട്ടോ, നല്ല പണ്ഡിതനായിരുന്നു, ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണമെന്നാണ്. കിമേസിയോട് ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നോട് ഫോണിൽ, ഞാൻ സൗദിയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചത്, പത്രത്തിൽ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി അവിടുത്തെ പത്രക്കാർ ആവശ്യപ്പെട്ടപ്പോ ആ പത്രത്തിൽ ഒരു കുറിപ്പ്, മലയാളം ന്യൂസിന് വേണ്ടി ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ കുറിപ്പ് ഞാൻ ഇങ്ങോട്ട് വിട്ടു. അതാണ് സുപ്രഭാതത്തിൽ വന്നത്. ആ കുറിപ്പ് എഴുതാൻ വേണ്ടി മലയാളം ന്യൂസിന്റെ എഡിറ്റർ ആവശ്യപ്പെട്ടപ്പോ അതിൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട കിമേസിയെ വിളിച്ചത്. ഇതിൽ പുതിയ വിവരമുണ്ടോ? അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ വിഷയം ഇങ്ങനെയാണ്, നല്ലൊരു പണ്ഡിതനാണെന്ന്. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആർക്കും അദ്ദേഹത്തിന്റെ ഈ പാണ്ഡിത്യത്തെ കുറിച്ച് കൂടുതൽ വിവരമില്ല. പക്ഷെ നാട്ടിൽ തന്നെ അദ്ദേഹത്തെ ഒരു ഫാൻസിട്ട് നടക്കുന്ന, നല്ല പ്രൗഢിയോടെ നടക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു ഗൾഫ് മുതലാളി എന്ന ചിന്ത മാത്രമേ പലരുടെയും മനസ്സിലുണ്ടാവും. മഖ്ദൂമി കുടുംബത്തിൽ ജനിച്ചൊരു പണ്ഡിത പാരമ്പര്യയുടെ വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന കാര്യം പലരും വിസ്മരിച്ചു പോയി. ആ രീതിയിൽ അദ്ദേഹത്തിന് ഏത് വിഷയത്തിലും ഇടപെടാനും ഒരു മസല വരുമ്പോൾ തീർത്ത് പറയാനുമുള്ള താണിത്വവും ധൈര്യവും ഉണ്ടായിരുന്നു. മുട്ടുമറക്കാതെ ഒരു കാര്യം പറയണമെങ്കിൽ തീർച്ചയായും ആ വിഷയത്തെക്കുറിച്ച് കാഴ്ചപ്പാട് വേണം. മാത്രമല്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം, ഈ ഒരു പണ്ഡിത പാരമ്പര്യവും ഈ കിതാബ് ഓതി പഠിച്ച പാരമ്പര്യവും തഴക്കവും ഉള്ളതുകൊണ്ട് നല്ല അറബി നന്നായി കൈകാര്യം ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഒരു വിഷയത്തിന് ആവശ്യമായ ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കും. അപേക്ഷകൾ ഡ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇൻഷാനുള്ള കഴിവ് അത് വേറെ തന്നെയാണ്. വളരെ കൃത്യമായി ആവശ്യമുള്ള ഒരു ഫോം നന്നായിട്ട് അദ്ദേഹം എഴുതിയുണ്ടാക്കി ടൈപ്പ് ചെയ്യും. നന്നായി ടൈപ്പ് ചെയ്യുമെന്ന് മാത്രമല്ല ആധുനിക അറബി കൃത്യമായി അദ്ദേഹത്തിന് അറിയും. അവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യമായി ആവശ്യമുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അദ്ദേഹം ഒരു സർവീസ് സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്.
ആ സർവീസ് സെന്ററിൽ ചെന്നിരുന്നാൽ കാണാൻ അദ്ദേഹം ഉള്ളപ്പോൾ ഒരുപാട് ആളുകൾ വരും. അദ്ദേഹം ആ കാര്യത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം അവർക്ക് സംതൃപ്തമാണ്. എന്നാൽ ഞാൻ തന്നെ ഒരിക്കൽ നേരിട്ട് അനുഭവിച്ചൊരു സംഗതി ഉണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ വന്നു, എത്ര പണം കൊടുക്കാനും വേണം തയ്യാറാണ്. ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കലാണ് ആവശ്യം. ആ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അയാള് അതുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമാണ്. എത്ര പൈസ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അപ്പണിക്ക് ഞാനില്ല, തുറന്നങ്ങ് പറഞ്ഞു. സത്യത്തിൽ വളരെ ലളിതമായി ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ച് അദ്ദേഹത്തിന്റെ അറബി ഭാഷ പാണ്ഡിത്യം വെച്ച് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. ആ അപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുത്താൽ എന്താ അവിടെ കൊടുത്താൽ അവനാ സാധനം കിട്ടും. പക്ഷെ അദ്ദേഹം പറഞ്ഞു എത്ര പൈസ എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഇപ്പണിക്ക് ഞാൻ വിളിക്കൂലെന്ന്. കാരണം അതിൽ സത്യസന്ധതയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പിടിക്കപ്പെടുക പോലുമില്ല. അദ്ദേഹത്തിന് അപ്ലിക്കേഷന്റെ ആവശ്യമില്ല. അയാളത് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണമെങ്കിൽ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് അറിയാം. ഈ സംസാരം നടത്താൻ ഞാൻ കൃത്യമായി ആ ഓഫീസിലുണ്ട്. നെറ്റ് നോക്കാൻ വേണ്ടി ആ ഓഫീസിൽ വെറുതെ അജ്ജിന് വന്ന സമയത്ത് ചെന്നതാ. മെയിലും നോക്കാൻ വേണ്ടി ആ സമയത്ത് ഞാനിപ്പുറത്തിരിക്കും, അപ്പുറത്ത് ആ സംസാരം നടക്കുക. ആ സംഗതിയിൽ അദ്ദേഹം പുലർത്തിയ കണിശത ആ വ്യക്തിയുടെ പണത്തോടുള്ള മോഹമല്ല കാണിക്കുന്നത്, മറിച്ച് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ പോലെ സത്യസന്ധതയാണ്. മാത്രമല്ല ആവശ്യത്തിന് പണം എത്ര ചെലവാക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് വേളയിൽ സാധാരണ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് SYS-ഉം അതുപോലെ തന്നെ KMCC-യും പൂക്കോട്ടൂർ ഖിലാഫത്ത് അമൂർ ഇസ്ലാമിക് സെന്ററും കൂടി ചേർന്ന് ഒരു ക്ലാസ് വെക്കാറുണ്ട്. 2-3 ക്ലാസ് വെക്കും. ഒന്ന് അസിസിയ കാറ്റഗറിയിലും വെക്കും, ഒന്ന് ഗ്രീൻ കാറ്റഗറിയിലും വെക്കും. ഈ 2 കാറ്റഗറിയിലും ക്ലാസ് വെക്കും. കഴിഞ്ഞ 2 വർഷമായി വളരെ അത്ഭുതകരമായ രീതിയിൽ സൗദി ഗവൺമെന്റ് പെർമിഷനോടുകൂടി ഒരു ഗ്രൗണ്ടിൽ, ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ ക്ലാസ് എടുത്താൻ സൗദിയിൽ അനുമതിയാണ്. അവരുടെ അമ്രുൽ മഅറൂഫിന്റെ ആളുകളും ഉത്തരവാദപ്പെട്ട ആളുകളും ബന്ധപ്പെട്ട് മൈക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇത്തവണത്തെ ക്ലാസ് ഉസ്മാൻ വൈസി അടക്കം പങ്കെടുത്തു. പബ്ലിക് ഗ്രൗണ്ടിലായിരുന്നു ക്ലാസ്. കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത മുഹമ്മദ് വൈസിയാണ്. അതുപോലെ ക്ലാസ് ഗ്രീൻ കാറ്റഗറിയിൽ സംഘടിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ ഒരു റൂമിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിച്ച വലിയൊരു ബിൽഡിംഗിന്റെ താഴത്തുള്ള റൂമിലാണ് സംഘടിപ്പിച്ചത്. ഏകദേശം ഒരു 500-ൽ പരം ആളുകൾ കൂടി ആകെ ഒന്നിച്ചു കൂടിയപ്പോ നേരത്തെ ആ ക്ലാസ് നോട്ടീസ് ഇറക്കി അവിടെ ആളുകൾ കൂടി അവിടെ മൈക്ക് കൊണ്ടുവന്ന് വെക്കാൻ KMCC-യിലെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകനെ ചുമതലപ്പെടുത്തി. മലകൾക്ക് അറിയാമായിരിക്കാം സംഭവം. അങ്ങനെ ആ KMCC-യുടെ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന അബദ്ധമായിരിക്കാം സമയത്ത് മൈക്കെത്തിച്ചില്ല. സമയത്ത് മൈക്കെത്തിച്ചില്ല എന്ന് മാത്രമല്ല ആളുകൾ തടിച്ചുകൂടി ക്ലാസിന്റെ ടൈമായി. എന്നെ അവര് വന്ന് എടുത്തുകൊണ്ടുപോയി ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നോക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ബഹളമാണ്. മൈക്കിൽ ഇത്തിബാജി കൂടെ അവ മൈക്കിനേറ്റാണ് മൈക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് വൈസി സാക്ഷി എടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. മുഹമ്മദ് വൈസി ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കാൻ പോയി, ഞങ്ങൾ 3 പേരും അവിടെ ചെന്നു. ഞങ്ങളെ കൊണ്ടുപോയ വാഹനത്തിന്റെ ഉത്തരവാദപ്പെട്ട KMCC-യുടെ പ്രവർത്തകരും എല്ലാവരും കൂടി ചെന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ഞാനും മുഹമ്മദ് വൈസിയും ബാക്കിയായി ലത്തീഫാജിയെ കാണാതായി. സത്യം പറഞ്ഞാൽ മുങ്ങിലാണല്ലോ, കാരണം അവിടെ മുങ്ങിലാണ് നിൽക്കില്ല. അദ്ദേഹത്തെ കാണാതായി ഒരു അരമണിക്കൂർ സമയമായപ്പോഴേക്കും അപ്പോൾ പറഞ്ഞു മുഹമ്മദ് വൈസി എല്ലാവരും പറഞ്ഞു ക്ലാസ് ഏതായാലും തുടങ്ങി, ഇത്ര ആള് കൂടിയതല്ലേ, മൈക്ക് വേണ്ട, നിങ്ങളാണ് തുടങ്ങിക്കോ. ഞാൻ എന്റെ കിട്ടാവുന്ന ശബ്ദത്തിൽ ക്ലാസ് തുടങ്ങി. ശ്വാസം തുടങ്ങി അരമണിക്കൂറായിട്ടില്ല ലത്തീഫാജി 2500 റിയാൽ ചെലവാക്കി പുതിയൊരു മൈക്ക് സെറ്റ് വാങ്ങിയിട്ടാ വരുന്നത്. കീശയിൽ നിന്ന് ആരും കൊടുക്കില്ല പൈസ. 2500 റിയാൽ ചെലവാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു. എത്രയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ പൈസ ചെലവാക്കി പുതിയൊരു മൈക്ക് സെറ്റ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് മുഹമ്മദ് വൈസി സാക്ഷിയായിരിക്കുന്നു. സ്വന്തം കീശയിൽ. അതിനാണ് അദ്ദേഹം പോയത്, മുങ്ങിയതല്ല. അവിടെ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അദ്ദേഹം ആരും കാത്തുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ആർക്കെങ്കിലും ഓർഡർ എവിടെ മൈക്ക ഒന്ന് കൊണ്ടുവരാൻ വേറെ കുട്ടങ്ങനെ ചോദിക്കല്ലേ ചെയ്യാം. ആർക്കും ഓർഡർ കൊടുത്തില്ല, ഒന്നും കോൺട്രാക്ട് കൊടുക്കുന്ന പണിയില്ല. മറിച്ച് സ്വയം അദ്ദേഹം നടന്നുപോയി, വാഹനം പോലും ഓടിക്കാൻ പറ്റില്ല, നടന്നു പോയി ഒരു കടയിൽ നിന്ന് വാങ്ങി തൂക്കി പിടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അത് ഇന്നും ആ മൈക്ക് സെറ്റ് അവിടെ SYS-ന്റെ കയ്യിലുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിൽ. ആരെയും കാത്തു നിൽക്കാതെ ആ ഹാജിമാർക്ക് അതിലൊക്കെ ആ ഹാജിമാർക്ക് ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി സ്വന്തം കീശയിൽ അത്തരം പണം ചെലവാക്കാനും മാത്രമല്ല അത് അധ്വാനിച്ച് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനും അദ്ദേഹം കാണിച്ച താല്പര്യം നോക്കുന്നു. അല്ലാഹു അതിന്റെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിന് കബറിൽ കാണിച്ചു കൊടുക്കുമാറാവട്ടെ. കൊടുക്കുന്നുണ്ടാവും തീർച്ചയായും. ഈ ജനങ്ങളൊക്കെ ഈ ആളുകളുടെ മുഴുവൻ ദുആയിൽ കിട്ടുന്ന എത്ര പേരാണ് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളില്ലാത്ത ആളുകൾ പോലും, ബന്ധുക്കൾക്ക് തന്നെ സഹിക്കുന്നില്ല. ബഷീർ കൂടെ പിന്നെ പിടുത്തം പിടിച്ച് കരഞ്ഞു പോയി. ആലോചിച്ച് നോക്കണം. ആ രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത സുഹൃത്തുക്കളാണ് മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പതിഞ്ഞു നിൽക്കുന്നത്. അതാ പ്രധാനം. നമ്മൾ അദ്ദേഹം പോയി എന്ന് കേട്ടപ്പോൾ മനസ്സും പഠിച്ചുപോയി. കാരണം അങ്ങനെയാണ്, ഏത് ശക്തന്മാർക്കും ഒരു നിമിഷം ഒന്ന് പതറും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അത്ര ശക്തനാണ്. ഖൈബറിന്റെ കോട്ടയുടെ വാതിൽ ഒരു കൈ കൊണ്ട് പിടിച്ചു പൊക്കിയിട്ട് ആ കോട്ടയുടെ വാതിൽ വലിച്ചു കെട്ടി കയ്യിൽ പിടിച്ച് പറിച്ചു നിർത്തിയ ആളാണ്. 40 പേര് പിന്നെ പൊക്കിയിട്ട് പോകാത്തത്. അത്ര കായബലുള്ള ആളാണ്.
സിഫീൻ യുദ്ധത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ആത്മധൈര്യം ചെറുതല്ല. പക്ഷെ സ്വന്തം ഭാര്യ ഫാത്തിമ ബീവി പെട്ടെന്ന് മരണപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് പതിരത്തെ പദവാക്കി കരഞ്ഞിട്ട് കണ്ണിരിപ്പിച്ച് പാടി പാടി വല്ലാത്തൊരു വിഷമാണ്. ഏത് ബന്ധങ്ങളും പിരിഞ്ഞു പോകുന്ന ഒരു ദിവസം. നമ്മളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. ആര് കൂടിയാലും കൂടിച്ചെന്നാ പിരിയും. നമ്മളൊക്കെ പിരിയും. ഏരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ പിരിഞ്ഞു പോകും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ ആ ദിവസത്തെ ഭയപ്പെടലേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു. ഏത് നിമിഷവും നിങ്ങൾ മരണത്തെ പ്രതീക്ഷിക്കണം. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഒരർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഖുർആന്റെ അവസാനത്തെ വാചകമാണ് അത് എന്നാണ്. അവസാനമായി ഖുർആനിൽ ഇറങ്ങിയ വാചകം അതാണെന്ന് അഭിപ്രായം മുഫസ്സിരീങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മരണം എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും നമ്മൾ മരിക്കാൻ വിചാരിച്ചില്ലെങ്കിൽ പോലും മരണം നമ്മളെ പിടികൂടും. നമ്മളൊക്കെ പഴയ കാലത്തെ വാതിൽ കേട്ടതല്ലേ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മനുഷ്യരൂപത്തിൽ മാലാഖമാര് സദസ്സിൽ വരും, പ്രഭാഷണം കേൾക്കും. സുലൈമാൻ നബിയുടെ സദസ്സിൽ ഇങ്ങനെ ജനങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ വന്നിരുന്നു കൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ നോക്കിയ സംഭവം താരീഖിന്റെ കിതാബിലുണ്ടല്ലോ. ആ വ്യക്തി എങ്ങനെ നോക്കിയപ്പോ ആ വ്യക്തി സുലൈമാൻ നബിയോടൊന്ന് പരാജയപ്പെട്ടു. സുലൈമാൻ നബി ആ ഇരിക്കുന്ന ആൾ എന്നെ വല്ലാതെ നോക്കുന്നത് എനിക്ക് പേടിയാവുന്നു. അയാൾക്കറിയില്ല ഈ ആളാരാ. സുലൈമാൻ നബി നോക്കുമ്പോൾ അത് മലക്കുൽ മൗത്താ, മനുഷ്യരൂപത്തിൽ വന്നിരിക്കുക. സുലൈമാൻ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു നിന്നെ നോക്കുന്ന ആള് മലക്കുൽ മൗത്താണ്. അപ്പൊ അയാൾക്ക് പേടി കൂടി. അയാൾ നോക്കുന്നത് എന്തിനാണെന്ന് ബോധ്യത്തോടു കൂടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നബിയെ മലക്കുൽ മൗത്തിനെ പിടിയിൽ എന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു. സുലൈമാൻ നബി തങ്ങൾ പറഞ്ഞു അത് പ്രായോഗികമല്ല. അള്ളാഹുവിന്റെ അചഞ്ചലമായ വിധിയാണ് മരണം. ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അത് പറഞ്ഞപ്പോൾ ഈ വ്യക്തി ഏതൊരു മനുഷ്യനും അജലെത്തുന്ന സമയത്ത് രക്ഷപ്പെടാൻ നോക്കും. അത് മനുഷ്യന്റെ സ്വഭാവം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. മരണം ആസന്നമായി എന്ന് കാണുമ്പോൾ മനുഷ്യനെ രക്ഷപ്പെടാൻ നോക്കും. അയാൾ തന്റെ തന്ത്രം പുറത്തെടുത്തുകൊണ്ട് സുലൈമാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് അല്ലാഹു കാറ്റിനെ വിധേയമാക്കി തന്നിട്ടില്ലേ? കാറ്റിനോട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലേ? നിങ്ങൾ കാറ്റിനോടൊന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് പൊക്കിയെടുത്ത് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് ആക്കി തരാൻ പറയണമെന്ന്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് എനിക്ക് കഴിയും. ഞാൻ പറഞ്ഞാൽ കാറ്റ് കേൾക്കും. നീ ഉദ്ദേശ സ്ഥലത്തേക്ക് കാറ്റ് നിന്നെ എത്തിച്ചോളൂ. അയാളുടെ തന്നെ താല്പര്യപ്രകാരം താരീഖിന്റെ കിതാബിൽ ഖണ്ഡിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ തന്നെ താല്പര്യപ്രകാരം ആ വ്യക്തിയെ കാറ്റ് പൊക്കിയെടുത്ത് അയാൾ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ചെന്നാക്കി കൊടുത്തു. അയാൾ പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഉൾഭാഗത്തിൽ ഒരു ദ്വീപിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദൂരെയുള്ള ദ്വീപിലേക്ക് മാസങ്ങൾ സഞ്ചരിച്ചാലേ ബൈത്തുൽ മുഖദ്ദസിലെ ഈ മജ്ലിസിൽ അങ്ങോട്ട് എത്തുള്ളൂ. മലക്കുൽ മൗത്തുള്ളത് ബൈത്തുൽ മുഖദ്ദസിലെ ആ സുലൈമാൻ നബി തങ്ങളുടെ മജ്ലിസിലാണ്. അങ്ങോട്ട് എത്തണമെങ്കിൽ മാസങ്ങൾ സഞ്ചരിക്കണം. ആ ദൂരമുള്ള കടലിന്റെ മധ്യത്തിലുള്ള ദ്വീപിലേക്ക്, കൊച്ചു ദ്വീപിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിച്ചു. മരണത്തിൽ അയാൾ രക്ഷപ്പെടുകയാണ്. അങ്ങനെ അയാൾ കൊണ്ടു ചെന്നാക്കി കാറ്റ് പണിയെടുത്തു. ആ സദസ്സ് പിരിയുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ മൗത്തിനെ കാണുന്നു. മലക്കുൽ മൗത്തിനോട് സുലൈമാൻ നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കൊരു മനുഷ്യന്റെ റൂഹ് പിടിക്കണമെങ്കിൽ റൂഹ് പിടിച്ചാൽ പോലെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ നോക്കി പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു മനുഷ്യനെ നോക്കി ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ മലക്കിന്റെ മറുപടിയാണ് സുലൈമാൻ നബി തങ്ങൾ അത്ഭുതപ്പെടുത്തിയത്. സത്യത്തിൽ മലക്ക് ആ വ്യക്തിയെ നോക്കിയത് പേടിപ്പിക്കാനല്ല. മലക്ക് പറയുന്നത് പേടിച്ചിട്ട് നോക്കിയതാണ്. പേടിപ്പിക്കാൻ നോക്കിയതല്ല, പേടിച്ചിട്ട് നോക്കിയതാണ്. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ശഅബാൻ 15-നും എനിക്കൊരു മനുഷ്യന്റെ അജലിനെ കുറിച്ചുള്ള രൂപരേഖ നൽകും. ഇന്ന ആളെ ഈ വർഷം റൂഹ് പിടിക്കും എന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കാൻ പടച്ചറബ് കൃത്യ തീരുമാനം വെച്ചിട്ടുണ്ട്. പിന്നെ റൂഹ് നീട്ടിക്കൊടുക്കലും അവധി നീട്ടിക്കൊടുക്കലും പ്രാർത്ഥനക്കും അയാളുടെ ദാനധർമ്മത്തിനൊക്കെ അനുസരിച്ച് അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം പടച്ചറബിന്റെ കൽപ്പന പ്രകാരം ഈ മനുഷ്യന്റെ റൂഹ് അടുത്ത നിമിഷം പിടിക്കേണ്ടതാണ്. സുലൈമാൻ നബി തങ്ങളുടെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് മലക്ക് പറയുന്നു, ഇയാളെ റൂഹ് അടുത്ത നിമിഷം പിടിക്കേണ്ടതാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ പടച്ച റബ്ബ് എനിക്ക് കൽപ്പന തരുമ്പോൾ ഒരു കാര്യം കൂടി പറയും. അത് എവിടുന്ന് പിടിക്കണം, എങ്ങനെ പിടിക്കണം നോക്കണം. അയാളെ റൂഹ് അടുത്ത നിമിഷം പിടിക്കണം, പക്ഷെ ഇവിടെ നല്ലത് പിടിക്കണം. അയാളുടെ റൂഹ് ഞാൻ പിടിക്കേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അറ്റത്തുള്ള ഇന്ന ദ്വീപിൽ വെച്ചാൽ. പക്ഷേ ആ മനുഷ്യൻ ഇപ്പൊ ഈ മജ്ലിസിലാണ്. ഞാൻ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ആളാണ്. എനിക്കൊരു നിമിഷം കൊണ്ട് അവിടെ എത്താൻ പടച്ച റബ്ബ് കഴിവെന്ന് ഒന്ന് മിന്നാ ഞാൻ അവിടെ പ്രകാശമല്ല മലക്ക്. പക്ഷെ ഇയാൾ എത്തൂലല്ലോ. മാസങ്ങൾ സഞ്ചരിച്ചാലല്ലാതെ ഈ വ്യക്തി അവിടെ എത്തൂല. അപ്പൊ ഇയാളുടെ റൂഹ് അടുത്ത നിമിഷം അവിടെ പോയിട്ടാ പിടിക്കേണ്ടത്, ഇവിടെ പിടിക്കാൻ പാടില്ല. ഒരു നിശ്ചിത സ്ഥലം പടച്ചറപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇയാൾ അവിടെ എത്തും? ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പടച്ചറപ്പ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ ഞാൻ പരാജയപ്പെടും നോക്കി പേടിച്ചു നിൽക്കുക.
എന്റെ പേടി കൊണ്ടാണ് ഞാനാണ് നോക്കുന്നത്, അല്ല ആളെ പേടിപ്പിക്കാനല്ല. അപ്പോഴാണ് ആ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന ദ്വീപിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. കാറ്റ് അവിടെ കൊണ്ടു ചെന്നാക്കി. ഞാൻ കഴിഞ്ഞ നിമിഷം അവിടെ ചെന്നു, അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളെ റൂഹ് പിടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം. മരണം അങ്ങനെ, മരണത്തിന്റെ വായിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നു. ഇല്ലെങ്കിൽ പടച്ച റബ്ബ് നമ്മൾ പിടിച്ചങ്ങോട്ട് കൊണ്ടില്ലും. ചിലപ്പോൾ ചില ആക്സിഡന്റ് പറ്റിയാൽ വാഹനം പതിഞ്ഞ് പറ്റ നാശമായിട്ടുണ്ടാവും, പക്ഷെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല സഞ്ചരിക്കുന്നു. എന്താ കാരണം? അള്ളാഹു അയാൾ ഒന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അതേസമയത്ത് ഒന്നും തെറ്റി വീണാൽ ചിലപ്പോൾ അതുകൊണ്ട് മരിച്ചു എന്നും വരും. ഇനി ഒരാൾ രോഗമായി കിടക്കുന്ന ഒരു സന്ദർഭം വന്നാൽ രോഗിയായി കിടന്നു അങ്ങനെയൊക്കെ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. മദീനയിൽ ഒരാൾ മരിച്ചു, മാത്രം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾ പറഞ്ഞു ഹനീഅൻ ലഹു ഖദ മാത വലം യുബ്തൽ ബിമറദി. അയാൾ ഒരു ദിവസം പോലും രോഗിയായി കിടക്കാതെ മരിച്ചു. എന്തോ ഒരു ഭാഗ്യവാൻ. ഒരു മാരക രോഗം അയാളെ പിടിപെട്ടില്ല, അയാൾ രോഗിയായി കിടന്നില്ല, അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ഹനീഅൻ ലഹു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഇയാൾ റെക്കോർഡ് ചെയ്തത്. അങ്ങനെ പരിശുദ്ധ തിരുദൂതരോട് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്കെന്തറിയാം? മായുദരിക, നിനക്കെന്തറിയാം? നീ എന്താ അതിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഇന്നല്ലാഹ ഇദബ്തലാഹു ബിമറദിൻ യുകഫിറു അൻ സയ്യിആതിഹി. ചെറിയൊരു രോഗമെങ്കിലും പടച്ചറപ്പ് അവന് കൊടുത്തിരുന്നെങ്കിൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കുമായിരുന്നു. ദോഷം പൊറുത്തിട്ട് അവന് പരലോകത്തേക്ക് പോകാമായിരുന്നു. അവരാൾക്ക് രോഗം അള്ളാഹു കൊടുത്താൽ, ഒരു മുസീബത്ത് അള്ളാഹു കൊടുത്താൽ, നേരത്തെ ഇപ്പൊ മുസ്ലിം സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അയാളെ ദോഷങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ക്ലീൻ ആയിട്ടാണ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത സുഹൃതം പടച്ചറപ്പ് സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് അദ്ദേഹത്തിന് നല്ല സൗകര്യം ചെയ്ത് കൊടുക്കാനാണ് പടച്ചറപ്പ് തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ചറപ്പ് ഇത്ര ബുദ്ധിമുട്ട് കൊടുക്കണം. ലത്തീഫാജി രോഗമായി, അർബുദ രോഗമാണെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചില്ല. നല്ല സന്തോഷത്തോടുകൂടി അപ്പോൾ എപ്പോഴും സംസാരിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു, എന്റെ രോഗം എനിക്ക് അല്ലാഹു തന്നത് എന്റെ ദോഷം പൊറുക്കാനായിരിക്കും. മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് പോലും എനിക്ക് ഓർമ്മയുണ്ട്, 9 വയസ്സ് സാക്ഷിയാ. അദ്ദേഹം ഒരു കാര്യത്തെ കുറിച്ചൊരു മെസ്സേജ് അയച്ചു. സാധാരണ തമാശ കൈമാറുന്നു, വളരെ റാഹത്തിലാണ്. ആ മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സചിത്ര മെസ്സേജ് അദ്ദേഹം അയച്ചു ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ തമാശകൾ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും കൂട്ടത്തിൽ എന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം ഓരോ മെസ്സേജും കൈമാറുന്ന ഹജ്ജ് വേളയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഇത്ര പെട്ടെന്ന് പോകുമെന്ന് നമ്മൾ കരുതിയില്ല. എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ നാം വിധേയമായി അംഗീകരിക്കേണ്ടവരാണ്. പക്ഷെ അദ്ദേഹം എപ്പോ പോയാലും എങ്ങനെ പോയാലും ശരി, ഇവിടെ ചെയ്തു വെച്ച സുഹൃത്തുക്കൾ എന്നും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ അത് മതി. എല്ലാ സുഹൃത്തുക്കളും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. മക്കയിലെ ഗ്രീൻ ഹൗസ് എത്ര നേതാക്കളുടെ മുമ്പിൽ ഇന്നൊരു വിഷയമാണ്. നിങ്ങൾക്കറിയുമോ, രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം കാക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹാളിൽ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു. നിറഞ്ഞു കവിഞ്ഞു ആ സദസ്സ്. പകലന്തിയോളം പണിയെടുത്ത പാവങ്ങളായ പ്രവർത്തകർ, 12 മണി വരെ കടയിൽ ജോലി ചെയ്ത സാധുക്കൾ മുഴുവൻ വന്നിരുന്നു ഉറക്കൊഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കും 9 മണിക്കും ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട ആളുകൾ. ലത്തീഫാജിയുടെ അനുസ്മരണമാണെന്ന് പറഞ്ഞപ്പോൾ അവർ മുഴുവൻ വന്നു. എന്താ കാരണം? ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ലത്തീഫാജിന്റെ എന്തെങ്കിലും ഒരു സഹായം അവർ കിട്ടിയിട്ടുണ്ട്. സാധുക്കളായ ചില്ലറ പ്രവർത്തകർ, പാവങ്ങൾ, ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും വിസ സംബന്ധമായ പ്രശ്നമോ ഇക്കാമ സംബന്ധമായ പ്രശ്നമോ അദ്ദേഹത്തിന്റെ സർവീസ് സെന്ററിൽ വന്നാൽ ഒന്നും വാങ്ങൂല, ചെയ്തു കൊടുക്കും. അതിന് വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തു കൊടുക്കും. പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ അവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അദ്ദേഹം. എപ്പോഴും അദ്ദേഹത്തിന്റെ വകയായി ഗ്രീൻ ഹൗസിൽ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഭക്ഷണം. അവിടെ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സാധനം പ്രസംഗിപ്പിക്കുകയും അദ്ദേഹം പറയും, പിരിവ് കൊടുക്കാൻ നിങ്ങൾ പ്രസംഗിച്ചാൽ മതി, അയാൾക്കുള്ള പൈസ ലത്തീഫാജി. അങ്ങനെ പ്രസംഗിച്ച് പൈസ വാങ്ങിപ്പോന്ന ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനൊരിക്കൽ മക്കത്തിൽ നിന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച അവിടെ. അങ്ങനെ ഒരു സംവിധാനം അദ്ദേഹം ഗ്രീൻ ഹൗസിൽ ഉണ്ടാക്കി. ഒരുപാട് നേതാക്കന്മാർ അവിടെ കൂടി. 977 അദ്ദേഹം ചെല്ലുന്നത്. 78 ബഹുമാനപ്പെട്ട യു എ ബീരാൻ സാഹിബ് ഉംറയ്ക്ക് ചെന്നപ്പോൾ അവരൊക്കെ കൂടി റൂമിൽ കൂടി തരാം. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ആയപ്പോൾ ചന്ദ്രിക റേഡിയോസ് ഫോറം പോലെ ഒരു സംഗതി, ഒരു സംഘടനയെ രൂപപ്പെടണമെന്നൊക്കെ പറഞ്ഞ് ഒരു സംഘടിത രൂപത്തിലേക്ക് വന്ന് KMCC രൂപീകരിച്ച് KMCCയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക. അങ്ങനെ KMCCയുടെ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് KMCC വളരെ വളർന്നു. ഇന്ന് KMCC എന്ന് പറയുന്ന സംഘടന ആയിരക്കണക്കിന് വളണ്ടിയർമാരെ വിനയിൽ വിന്യസിക്കുവാനും മശായറുകളിൽ സഹായം ചെയ്യുവാനും പറ്റുന്ന കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമായി മാറി. ആദ്യകാലത്ത് KMCCക്ക് ഒന്നുമില്ല. അവിടെ KMCCക്ക് പണമില്ല, പിരിവില്ല, ഒന്നുമില്ല. മുഹമ്മദ് എന്റെ പിന്നിൽ ഇരിപ്പുണ്ടല്ലോ. ഒന്നുമില്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ട ലത്തീഫാജി തന്റെ കീശയിൽ ഇത് പണമിറക്കിക്കൊണ്ട് പ്രവർത്തിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാബ. മക്ക ഫത്ഹാകുന്നതിന് മുമ്പ് ചെലവാക്കിയവന്റെ ഒരു പുണ്യം പിന്നിലോട്ട് കിട്ടില്ല.
പരിശുദ്ധ ഖുർആന്റെ ഭാഷ ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅലമു ദറജതൻ. അവർക്ക് കൂടുതൽ കിട്ടുക. മക്ക ഫതഹിന്റെ മുമ്പും മക്ക ഫതഹിന്റെ ശേഷവും എന്ന് പറഞ്ഞ രണ്ട് ഘട്ടമുണ്ട് ഇസ്ലാമിൽ. മക്ക ഫതഹിന്റെ മുമ്പ് ഇസ്ലാം പ്രതിസന്ധിയില്ല, പ്രയാസത്തില്ല, ബുദ്ധിമുട്ടില്ല. ആ സമയത്ത് സമരം ചെയ്യുകയും പണം ചെലവഴിക്കുകയും ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്ന കൂലി മക്ക ഫതഹിന്റെ ശേഷം ചെലവാക്കിയവർക്ക് കിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? ഒരു സംഗതി ക്ലച്ച് പിടിക്കാത്ത കാലത്ത് അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന കൂലി ഉണ്ടാക്കിയതിന്റെ ശേഷം പ്രവർത്തിച്ചാൽ കിട്ടൂല. ഇന്ന് KMCCയിൽ എത്ര കഠിനാധ്വാനം ചെയ്താലും അന്ന് കഠിനാധ്വാനം ചെയ്ത കൂലി കിട്ടൂല. വസാബിഖുൽ അവ്വലൂന എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ആ മുൻകടന്ന പുണ്യവാന്മാരിൽപ്പെട്ട ആൾക്കാരാണ്. അദ്ദേഹം അതിനുവേണ്ടി പണം ചെലവഴിച്ചു, ഓടി നടന്ന് ഒരുപാട് അധ്വാനിച്ചു KMCC കരുപ്പിടിപ്പിക്കാൻ വേണ്ടി. ഇന്ന് KMCC ശക്തമായി. ആ ബോധമുള്ള പ്രവർത്തകർ കാക്കയില റൂമിൽ ഒത്തുകൂടിയപ്പോ കരച്ചിൽ വന്നു പോയി. ശരി, പാവപ്പെട്ട ആളുകൾ ലത്തീഫാജിക്ക് വേണ്ടി ദ്വാരക്കാൻ ഇങ്ങനെ കാത്തിരിക്കുക, ദ്വാര പ്രതീക്ഷയുണ്ട്. എന്താ അതിന്റെ കാരണം? ആ വ്യക്തി സമൂഹത്തിന് ചെയ്തു കൊടുത്ത നേട്ടങ്ങൾ, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അഭിമാനിക്കാം, നിങ്ങളുടെ നാട്ടുകാർക്ക് അഭിമാനിക്കാം. അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളാണോ സ്വന്തം നാട്ടിൽ നിന്ന് വരുന്ന ആളാണോ എന്ന് നോക്കാതെ എല്ലാവർക്കും സഹായസ്ഥ നീട്ടിക്കൊണ്ട് ജീവിച്ച വലിയൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് തീരെ. അദ്ദേഹം ഒരു പ്രദേശത്തിന്റെ സ്വത്തല്ല, സത്യത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സ്വത്തായിരുന്നു. മലയാളി ഹാജിമാർ ആര് വന്നാലും ശരി അവർക്ക് വേണ്ടതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഒന്നാമത് അദ്ദേഹം ഈ ഭക്ഷണം കൊടുക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം തന്നെ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സാധാരണ ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ലത്തീഫാജി ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് വരും. അവർക്കൊക്കെ അദ്ദേഹത്തിന്റെ ഭക്ഷണം ഫ്രീ ആയിട്ട് അദ്ദേഹം കൊടുക്കും. ആർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു തരത്തിലുള്ള വൈമനസ്യം അദ്ദേഹം കാണിച്ചില്ല. നിർലോഭം അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ ഒരു ഉദാരത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. അപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എനിക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവം. പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് തുടങ്ങിയിട്ട് 16 കൊല്ലം. ആദ്യത്തെ 2 വർഷം അത് ചെറിയ രീതിയിൽ നീങ്ങി, പിന്നെ അത് ഉയർന്നു വലുതായി. അതിനുവേണ്ടി വർഷാവർഷം സംഭാവന കൊടുക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ വക ഒരു നിശ്ചിത സംഖ്യ സംഭാവന ഉണ്ട്. ആ സംഭാവന ചോദിക്കണ്ട, അതെന്റെ എഴുതിയാൽ മതി. എന്നിട്ട് ഒരു ഒറ്റ കോൾ ചെയ്താൽ മതി. അതും പൂർണ്ണമായി ഫോൺ വിളിക്കുന്നത് മിസ് അടിച്ചാൽ മതി. തിരിച്ചു വിളിക്കും. ആ സമയമാണെങ്കിൽ അദ്ദേഹം പറയും, ഹജ്ജ് ക്യാമ്പിന്റെ സംഭാവന അല്ലേ, സുന്നിമാനൊന്ന് വായിക്കോളൂ, ഞാനവിടെ പൈസ എത്തിച്ചോളാം. കൃത്യമായി ഈ പറയപ്പെട്ട 16 കൊല്ലമായ ഹജ്ജ് ക്യാമ്പിന് 14 കൊല്ലവും അദ്ദേഹത്തിന്റെ വക സംഭാവന കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുപോലെ ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ, നമ്മുടെ ഏതെങ്കിലും പ്രവർത്തകർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം വരുമ്പോൾ, കല്യാണ പ്രശ്നം വരുമ്പോൾ, ഞങ്ങളൊക്കെ സുന്നിമാനിൽ കൂടുമ്പോൾ ആരോടെങ്കിലും കുറച്ച് കാശുണ്ടായി കൊടുക്കണം നിങ്ങൾ മാധ്യ ലത്തീഫാജിയെ വിളിച്ചാൽ അപ്പൊ തന്നെ എത്ര ചോദിക്കും? 10,000-ൽ കുറഞ്ഞ എഴുത്തില്ല. അതിന് അദ്ദേഹത്തിന് യാതൊരു മടിയും. ഇതൊരു അനുഭവം, പച്ച യാഥാർത്ഥ്യമാണ് പറയുന്നത്. എന്റെ സുഹൃത്ത് ലത്തീഫൈസി ഇവിടെ ഇരിപ്പുണ്ട്. ലത്തീഫൈസിക്കൊക്കെ അറിയാം. ലത്തീഫൈസി എന്നെ വിളിക്കും, ഫോൺ വിളിച്ചാൽ 10,000 രൂപ റെഡിയാ, അതിന് തർക്കമില്ല. അത് ഞങ്ങൾ തന്നെ നേരത്തെ കണക്കിട്ട് വെക്കും. കാരണം നമുക്ക് ധൈര്യമായിട്ട് പറയാം, സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കുന്ന പൈസ പോലെ ലത്തീഫാജിന്റെ 10,000 രൂപ റെഡിയാന്ന് ഞങ്ങൾക്കറിയാം. ഉദ്കുറു മഹാസിന മൗത്താക്കും എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. ശരിക്കും ആ ചരിത്രങ്ങളൊക്കെ മുഴുവൻ പറയാൻ മനസ്സ് കഴിയുന്നില്ല. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന് വിയോഗത്തോട് ഒരു താതാത്മ്യം പ്രാപിക്കാൻ കഴിയാത്തൊരു മാനസിക വിഷമമാണ് പലപ്പോഴും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ കണ്ണു കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്തൊരു മാനസിക പ്രയാസം. ആ ഒരു രീതി, അദ്ദേഹമായുള്ള അറ്റാച്ച്മെന്റ്, അത് വല്ലാത്ത ഒന്നാണ്. കുടുംബപരമായ അറ്റാച്ച്മെന്റ് വേറെ ഉണ്ട്, ബന്ധത്തിലൂടെ അത് വേറെ. പക്ഷേ വ്യക്തിപരമായ അദ്ദേഹമായുള്ള അറ്റാച്ച്മെന്റ് അത് ചെറുതല്ല, മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിത കുടുംബത്തിൽ ജനിച്ച ആ പ്രൗഢി അദ്ദേഹം കാണിച്ചു എന്നത് എല്ലാ തലത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ആ വേഷം അദ്ദേഹം ധരിച്ചില്ല എന്ന് മാത്രമേ. വേഷത്തിൽ അദ്ദേഹം അത് കാണിച്ചില്ലെങ്കിലും നടത്തത്തിലും ഇരുത്തത്തിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ അതില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചിട്ടയിലും പ്രവർത്തനത്തിലും അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യസന്ധത അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു വിഷയത്തിലും കളവ് പറയില്ല. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പലപ്പോഴും സൗദിയിലെ പല നിയമം ലംഘിക്കൂല, ഒരു സിഗ്നൽ പോലും ലംഘിക്കൂല. അത് അദ്ദേഹത്തിന്റെ ചിട്ടയാണ്. ആ ചിട്ടകൾ പാലിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം പോകും. നിയമങ്ങളെ കൃത്യമായും കണിശമായും പാലിക്കും, നിയമം ലംഘിക്കൂല. അങ്ങനെയുള്ള ചില കണിശതകൾ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ മുഖമുദ്രയായി നമ്മൾ കണ്ടു. അതാണ് നമ്മളെ കണ്ട ഏറ്റവും വലിയ പ്രവർത്തനം. മാത്രമല്ല, ഈ ഗ്രീൻ ഹൗസ് സ്ഥാപിച്ചതുപോലെ തന്നെ KMCCയും SYS അദ്ദേഹം ഒരുപോലെ കൊണ്ടുവന്നു. SYSന്റെ പ്രവർത്തനം മക്കയിൽ സജീവമാക്കിയത് അദ്ദേഹം. SYSന്റെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടുവാനും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുവാനും എനിക്ക് ഓർമ്മയുണ്ട്. 2 വർഷം മുമ്പ് അദ്ദേഹം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ യോഗം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ SYS കമ്മിറ്റി മാത്രം പോരാ, SYS എന്ന് പറയുമ്പോൾ സമത്വയുടെ ശാഖയാണ്, നമുക്ക് ദർസുകളെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ദർസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ദർസുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഏർപ്പാടുണ്ടാക്കി. ഈ വർഷവും കൊടുത്തു. 10-20ഓളം ദർസുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം കൊടുത്തു. സുന്നിമാനിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സമ്മേളനത്തിൽ വെച്ച് കൊടുത്തു. അതിൽ ഭൂരിപക്ഷവും ലത്തീഫാജിയുടെ പൈസ തന്നെ. എനിക്കറിയാം അതിന്റെ പിരിവെന്ന് പറയുന്നത് ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ പണമാണ്.
പാവപ്പെട്ട ദർസിൽ പഠിക്കുന്ന സാമ്പത്തിക ശേഷി കുറഞ്ഞ 30-ൽ പരം കുട്ടികളുടെ ദർസ്, ആ ദർസിലെ കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകം മുദരിസുമാരോട് ചോദിച്ച സ്കോളർഷിപ്പ് രഹസ്യമായി അത് വലിയ വാർത്തയാക്കിയില്ല. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം ചെയ്തിരുന്നു എന്നത് SYSന്റെ മേഖലകൾ അദ്ദേഹം ചെയ്ത് സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ SYSന്റെ പേരിലാണ് നൽകിയത്. ചിലരൊക്കെ ഇതിലേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. എന്നതുപോലെ പൂക്കോട്ടൂർ ഖിലാഫത്ത് നൂറുൽ ഇസ്ലാമി സെന്ററിന്റെ അവിടുത്തെ കമ്മിറ്റിയുടെ സജീവ പ്രവർത്തനം എന്നത്, അതുപോലെ ദാറുൽ ഒട്ടനവധി ജാമിയയുടെ ഒട്ടനവധി സ്ഥാപനങ്ങൾ, വെട്ടത്തൂർ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും അദ്ദേഹത്തിന്റെ കീശയിലാണ് നമ്മൾ ചോദിക്കുന്നതും പണം വാങ്ങുന്നതും പലപ്പോഴും. ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത അദ്ദേഹം 1 ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിന്റെ സംഭാവനയെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നയാളും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ബോധ്യമുള്ള ആളുകളും. ഞാൻ അവസാനിപ്പിക്കണം. എനിക്ക് കൂടുതൽ ഈ ചരിത്രത്തിൽ ഒരു പ്രഭാഷണം, ഞാനൊക്കെ ഒരുപാട് പ്രസംഗം നടത്തിയിരുന്നത് അറിയാം. പ്രസംഗത്തിന് മുമ്പിൽ ഒരിക്കലും പതറാത്ത ആളാണ്. പക്ഷേ ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ബന്ധുമിത്രാദികൾ നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുമ്പോൾ കൂടുതൽ അങ്ങോട്ട് പറയാനുള്ള ഒരു മാനസിക പ്രയാസം ആർക്കും തോന്നും. അത് കേവലം നമ്മുടെ മനസ്സിന്റെ ഒരു വേദനാജനകമായ അന്തരീക്ഷം. അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അതുപോലെ തന്നെയാണ്. അതൊക്കെ നമുക്ക് ആ വ്യക്തിയുള്ള മനസ്സിന്റെ സ്നേഹമാണ്. ഒരു കാര്യം നമുക്ക് സന്തോഷിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ്. ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് സ്വഹാബത്ത് ഇങ്ങനെ വർണ്ണിച്ചു. അയാൾ ചെയ്ത സുഹൃതത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. ആ വാചകം പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു. അതിന്റെ അർത്ഥം അത് നിർബന്ധമായി എന്നാണ് നേരർത്ഥം. പിന്നെ ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിനെ കുറിച്ച് അവിടെ കൂടിയ ആളുകൾക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവുമില്ലാത്തൊരു വ്യക്തി എന്ന രീതിയിൽ ആ മയ്യത്തിനെ കുറിച്ച് അവർ പറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു വജബത്ത് വജബത്ത് വജബത്ത്. ആ സമയത്താണ് സ്വഹാബത്ത് ചോദിക്കുന്നത്, ഉമർ ഫാറൂഖ് തങ്ങളടക്കമുള്ള മഹത്തുക്കൾ ചോദിച്ച ചോദ്യമാണ്, നബിയെ, ഒരു നല്ല മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും വജബത്ത് 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 എന്ന് പറഞ്ഞു, ഒരു മോശപ്പെട്ട മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും വജബത്ത് 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 എന്ന് പറഞ്ഞു, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ തിരുദൂതർ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ പറഞ്ഞൊരു വാക്കുണ്ട്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്. സ്വഹീഹ് മുസ്ലിമിലെ റിവായത്ത്. നിങ്ങൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. ഈ സ്റ്റേജിലും സദസ്സിലുമുള്ളവർ മുഴുവൻ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. എന്തിന്? ലത്തീഫാജി നല്ല മനുഷ്യനായിരുന്നു എന്നതിന്റെ സാക്ഷികൾ. അതിനാണ് അല്ലാഹു മയ്യത്ത് നിസ്കാരം പോലും നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ അടിമയുടെ മയ്യത്ത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ട് തക്ബീർ കെട്ടിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയേണ്ട യാതൊരു കാര്യമല്ല. അല്ലാഹുവിനെ പുറത്തു കൊടുക്കാം, നമ്മുടെ റെക്കമെന്റ് വേണ്ട. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഉണ്ടാക്കിയത്? ഒരു മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് തക്ബീർ കെട്ടിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയുന്ന ഏർപ്പാട് എന്തിനാ? അല്ലാഹുവിന്റെ അടിമ അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ചു, പടച്ച റബ്ബ് ബുദ്ധി കൊടുത്തു, പ്രവർത്തിച്ചു, നന്മയോ തിന്മയോ എന്താകട്ടെ റബ്ബും അയാളുമായിട്ട് ആയിക്കോട്ടെ എന്നല്ലേ. നേരെ മറിച്ച് ഇസ്ലാം പറയുന്ന അങ്ങനെയല്ല. മുഅ്മിനിന്റെ കടമയാണ് ആ ജനാസ മുമ്പിൽ വെച്ചിട്ട് തക്ബീർ കെട്ടിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയണം. ഒരാളെങ്കിലും പറഞ്ഞില്ലെങ്കിലും നാട് കുറ്റക്കാരാവും. ഫർദ് കിഫായയാണത്. എന്തിനാണത്? എന്തിനാ ഇയാൾ പുറത്തു കൊടുക്കണം? നമ്മൾ എന്തിനാ പറയുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിയുടെ ജീവിതം നമ്മുടെ മനസ്സിൽ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട്. ലത്തീഫാജിയെപ്പോലുള്ള ഒരാളെ മുമ്പിൽ വെച്ചിട്ട് തക്ബീർ കെട്ടിയപ്പോൾ നമ്മളൊക്കെ കണ്ണു നിറയും. നിങ്ങൾ ഇവിടെ ഔദ്യോഗികമായി ജനാസ മറവ് ചെയ്യും മുമ്പ് ഈ മയ്യത്ത് ഇവിടെ കുളിപ്പിച്ച് കടിച്ചപ്പോ ഇവിടെ നിസ്കാരം നടന്നപ്പോ ഞങ്ങൾ രാത്രി 1:30 മണിക്കാണ് നിസ്കരിക്കുന്നത്. രാത്രി 1:30 മണിക്ക് ഒരു ഹാളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹാളിൽ ഞങ്ങൾ നിസ്കരിക്കും. രാത്രി 1:30 മണി, സൗദി ടൈം 1:30 മണി. നിറഞ്ഞ കവിഞ്ഞൽ സദസ്സിൽ അവിടെ നിസ്കരിക്കുക. ആ നിസ്കരിക്കുന്ന സമയത്ത് ഓരോരുത്തരും തക്ബീർ കെട്ടുമ്പോ ശരിക്ക് കരഞ്ഞിട്ടുണ്ട്. മയ്യത്ത് കാണാൻ പറ്റാത്ത ആളുകൾ, വാർത്ത പെട്ടെന്ന് കേട്ട ആളുകൾ, നേരത്തെ രോഗമുള്ളത് അറിയാത്ത ആളുകൾ, ഓടിക്കൂടിയ ആളുകൾ എന്താ ആ കണ്ണീരിനൊരു വിലണ്ട്. കാരണം എന്താ? ആ മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത സേവന ഇവരെ മനസ്സിലൊരു വേദന ഉണ്ടാക്കി. ആ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയുമ്പോ അതിന്റെ ഒരു വേദനാജനകമായ ഒരു ശുപാർശയാണ്. അങ്ങനെ 10 ആള് പറഞ്ഞാൽ പടച്ചറബ് സ്വീകരിക്കും. അതാണ് അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്. നിങ്ങൾ കണ്ണീരൊലിപ്പിച്ച് നിങ്ങൾ മനസ്സ് വെച്ചിട്ട് ആമീൻ പറഞ്ഞാൽ അതൊരു വ്യക്തിക്ക് ഗുണമാണ്. അല്ലാഹു ഗഫൂർ റഹീമുമാണ്. ഏതൊരു മനുഷ്യന്റെ കയ്യിൽ എന്ത് തെറ്റ് വന്നാലും പടച്ചറബ് പുറത്തു കൊടുക്കും. ശിർക്കല്ലാത്ത ഏത് പാവം പടച്ചറബ് പൊറുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത ഏത് തെറ്റും പടച്ചവൻ പൊറുക്കും. മുഅ്മിനായ ഒരു മനുഷ്യന്റെ കയ്യിൽ എന്ത് വീഴ്ച വന്നെങ്കിലും പടച്ചവൻ പൊറുക്കും. അതൊക്കെ നമ്മൾ ഒന്നിച്ചുണ്ട്. അപ്പൊ ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ വലിയ പുണ്യമുണ്ട്. നമ്മളൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞാൽ, നമ്മളൊന്ന് മനസ്സ് വെച്ച് ആമീൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഖബറിൽ അത് പ്രതിഫലമായി. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്നവരുടെ ദുആ മരിച്ചവർക്ക് വേണ്ടി ഉണ്ടായാൽ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തആല വാചകം, യദ്ഖുലു ഇലാ ഖുബൂരിഹിം, അവരുടെ ഖബറിലേക്ക് കടന്ന് നൂർ പ്രകാശം മിഥലൽ ജിബാൽ, പർവത സമാനം.
പർവ്വത സമാനമായ അതിനെ പെരുപ്പിച്ച് കാണിക്കാൻ പറഞ്ഞ വാക്ക. പർവ്വത സമാനമായ പ്രകാശം കബറിലേക്ക് കടക്കുന്നു. ഇമാം ഗസാലി തങ്ങൾ എന്താ അർത്ഥം? നമ്മുടെ പ്രാർത്ഥന പർവ്വത സമാനമായ പ്രകാശരൂപേണ കബറിലേക്ക് എത്തും. നമ്മുടെ ഈ കൂടൽ അതിനു വേണ്ടിയുള്ള അള്ളാഹു ആ മഹാനായ മനുഷ്യന്റെ കബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവും. ആ ആമീന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ കബറിലേക്ക് എത്തും. ഒരു തർക്കവും വേണ്ട, എത്തും. അതാണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ പുണ്യം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി ആമീൻ പറയാൻ നിങ്ങൾക്ക് ഒരുമിച്ച് എന്തിനാ? അദ്ദേഹം ചെയ്ത സേവനം, ഒരു മനുഷ്യനോടുള്ള സ്നേഹം, ഒരുത്തന്റെ കൽബിൽ പഠിച്ചത് വിട്ടുകൊടുക്കലപ്പെടാൻ. ഒരു മനുഷ്യൻ അല്ലാഹു സ്നേഹിച്ചാൽ നാദാ ജിബ്രീൽ ഇസ്ലാം വിളിച്ചു പറയുന്ന അദ്ദേഹത്തെ സ്നേഹിക്കണം എന്ന് പറയും. മാത്രമല്ല ജിബ്രീൽ ഇസ്ലാം പിന്നെ ഭൂമിയിൽ വിളിച്ചു പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. അല്ലാഹു അയാളെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടം പടച്ചുണ്ടാക്കുന്ന ഇഷ്ടമാണ്. പിന്നെ ഭൂമിയിൽ അയാൾക്കൊരു സ്വീകാര്യത. മരിച്ച 10 ആളോട് ഓടി വന്ന് നിങ്ങൾ വിളിച്ചിട്ടാ വന്നത്. ഇപ്പൊ ഈ സ്റ്റേജിൽ എത്ര ആൾ വന്നു? പലരും വിളിക്കാതെ വന്ന ആൾക്കാരല്ലേ. ഇതുപോലെ ഈ കൂടി ആളുകൾ പലരും നേരിട്ട് ക്ഷണിച്ചിട്ട് വന്നൊന്നും ആവൂല. കേട്ടറിഞ്ഞ് വന്ന എത്രയോ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്താ അതിന്റെ കാരണം? കാരണം മറ്റൊന്നുമല്ല, ആ വ്യക്തിത്വത്തിന്റെ സേവനത്തിന് പടച്ചറപ്പ് കൊടുക്കുന്ന ഒരു കബൂലിയത്ത്. ഭൂമിയിൽ കബൂലിയത്തിന് മനുഷ്യന് പടച്ചം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി നന്മ ചെയ്യുമ്പോൾ മാത്രമാണ്. അള്ളാഹു നമുക്ക് മാത്രം നല്ല അവസ്ഥകൾ പ്രദാനം ചെയ്യുമാറാണ്. ഒരു മനുഷ്യൻ ജീവിച്ചതിന്റെ തെളിവാണ്. ഇതൊരു വലിയ പ്രസംഗത്തിന്റെ വേദിയല്ല, ഞാൻ പ്രസംഗിക്കല്ല. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ സംവേദനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രസംഗിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട. ജീവിതകാലത്ത് ഇത്തരം സൽക്കർമ്മങ്ങൾ വല്ലതും ചെയ്യണം. സ്വന്തം അധ്വാനത്തിന് വേണ്ടി ഗൾഫിൽ ചെന്നിട്ട് സ്വന്തം പണമുണ്ടാക്കുക എന്നതിൽ നിന്ന് മാറിയിട്ട് തന്റെ ജീവിതം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ബർക്കത്തുണ്ട്. എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് സംഭാവന കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ അടുത്ത വർഷം കൊടുത്തതിലൊക്കെ എനിക്ക് ബർക്കത്തുണ്ടായിരുന്നു. ഞാൻ എത്ര കൊടുത്താലും അത്ര എനിക്ക് പഠിച്ചോ തന്നിട്ടുണ്ട്. അത് എന്നോട് പറഞ്ഞ വാക്കാണ്. ചില വാക്കുകൾ അങ്ങനെ മറക്കാത്ത ചില വാക്കുകളുണ്ട് അദ്ദേഹത്തിന്റെ പെട്ടെന്നാണ്. അതിൽപ്പെട്ട മറ്റൊരു വാക്കാണ്, കഴിഞ്ഞ തവണ അദ്ദേഹം എന്റെ കൂടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, അറിയാത്തണ്ടേ. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചു. ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ച് ഞങ്ങൾ ഒന്നിച്ച് ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ച് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗങ്ങളൊക്കെ കണ്ട് മെഹ്റാബ് സക്കരിയ മുതൽ ബൈത്തുൽ മുഖദ്ദസിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പുറത്തിറങ്ങും എന്റെ കയ്യെ പിടിച്ചിട്ട് വികാര നിർഭരമായി ഞാൻ പരിശുദ്ധ മക്കത്ത് ഏകദേശം 30-39 കൊല്ലായി. ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ പരിശുദ്ധ ഹറമിൽ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ അൻഖിദിൽ മസ്ജിദൽ അഖ്സ എന്ന ഇമാമ ദ്വാരക്കണ കേട്ടിട്ടുണ്ട്. ഞാൻ ആമീനും പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അവിടെ നിന്ന് നിസ്കരിക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. പടച്ച റബ്ബിന്റെ തൗഫീഖോടെ ആ മോഹം പൂവണിഞ്ഞു. ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചല്ലോ, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്റെ കൈ പിടിച്ച് പറഞ്ഞ വാക്ക. അത് കഴിഞ്ഞൊരു കൊല്ലയായിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചല്ലോ, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നോട് പറഞ്ഞ വാക്ക. ഞാനത് ഓർക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൗലാന മുഹമ്മദിന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ. അദ്ദേഹം ലണ്ടനിൽ മരിച്ചപ്പോ അന്ന് കൊണ്ടുവന്ന് ഖബറടക്കിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളി മൗലാന മുഹമ്മദിന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിലാണ്. ബൈത്തുൽ മുഖദ്ദസ് പള്ളിന്റെ പുറത്ത് പ്രത്യേക ഒരു കെട്ടിൽ അവർ ആദരിച്ച് പേരൊക്കെ എഴുതി വെച്ച് മൗലാന മുഹമ്മദ് അലി ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ശരിക്കും അദ്ദേഹത്തിന്റെ പേരൊക്കെ എഴുതി വെച്ചൊരു മക്കബറുണ്ടാവും. അഭിമാനമാണ് മുസ്ലിംകൾക്ക്. ബൈത്തുൽ മുഖദ്ദസിലാണ്. ആ ഖബർ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് അദ്ദേഹം എന്റെ കൈ പിടിച്ച ആ സന്ദർഭവും ഞാൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ആ വാക്ക് ഇപ്പൊ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജീവിത പ്രവർത്തനത്തെ കുറിച്ച് നല്ലോണം അറിയുന്ന, നന്നായി അറിയുന്ന ഒരു പ്രദേശത്തെ ആളുകൾ കുറച്ചു കാലമേ അദ്ദേഹം നാട്ടിലുണ്ടായിട്ട്, ഭൂരിപക്ഷം അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം ഇടപെട്ട ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് നല്ല അനുഭവങ്ങൾ പറയാൻ. എന്നാൽ ഒരു തരത്തിലുള്ള ചൂഷണവും അദ്ദേഹം അംഗീകരിക്കില്ല. ചൂഷണം ചെയ്യുന്ന ആളുകൾ, അത് പണ്ഡിതന്മാരാണെങ്കിലും അത് വ്യക്തികളാണെങ്കിലും അതിനെ അദ്ദേഹം തുറന്നു എതിർക്കുമായിരുന്നു. അവരെ കുറ്റപ്പെടുത്തുമായിരുന്നു, കൃത്യമായി പറയുമായിരുന്നു. കാര്യങ്ങൾ കണിശമായി നേരാവണ്ണവും നടക്കണമെന്നൊരു മോഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നല്ലൊരു തമാശക്കാരനായിരുന്നു, നല്ലൊരു കൂട്ടുകാരനായിരുന്നു. പ്രായഭേദമല്ലേ, എല്ലാവരോടും മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരാൾ. എന്തൊക്കെ മധുഹകൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. ദുന്യാവിനോട് അലച്ചയില്ലാതെ, എന്നാൽ ദുന്യാവ് അല്ലാഹു കിട്ടം പോലെ കൊടുക്കുകയും അതോടൊപ്പം നന്നായി ചെലവഴിക്കുകയും ചെയ്തൊരു മനുഷ്യൻ. ആ രീതിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ, അദ്ദേഹം സഹായിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ മരണശേഷം പലരും എന്നെ വിളിച്ച് പങ്കുവെച്ചത് എനിക്ക് പറയണം. പക്ഷെ അയാൾ കൊടുത്തത് ഞാൻ അങ്ങനെ പറയണ്ടല്ലോ. കിഡ്നി രോഗികളെ സഹായിച്ചത്, ക്യാൻസർ രോഗമായപ്പോൾ ആശുപത്രിയിലേക്ക് പൈസ എത്തിച്ചു കൊടുത്തത് എത്രയോ ആളുകൾ, എനിക്കറിയാവുന്ന സംഘടനാ പ്രവർത്തകർ. ആ രീതിയിൽ രഹസ്യമായും അതുപോലെ തന്നെ സംഘടനാപരമായും ഒരുപാട് സഹായങ്ങൾ നൽകാൻ നമുക്കും ഒരു വ്യക്തി. മാത്രമല്ല, ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ SOSന്റെ അസ്ഥിവാരമുണ്ടാക്കി, KMCCയെ സജീവമാക്കി. ഏത് പ്രവർത്തനത്തിന് മുമ്പിലെന്നും ഈ അനുസ്മരണം, ഒരു അനുസ്മരണം നടക്കുന്ന സമയത്ത് അവിടെ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ അവിടുത്തെ പ്രമുഖനായ നേതാവ് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുകയാണ്, ഏതെങ്കിലും ഒരു യോഗത്തിൽ ഒരു കലഹമുണ്ടായാൽ, വർഷങ്ങളായി ഇവിടെ അങ്ങനെ യോഗത്തിൽ KMCC SOSിലൊക്കെ തർക്കമുണ്ടായാൽ അവസാനം ലത്തീഫക്ക് എഴുന്നേറ്റൊരു കാര്യം പറയും. വലിയ പ്രസംഗം അദ്ദേഹം ചെയ്യില്ലെങ്കിലും അദ്ദേഹം അത് പറഞ്ഞാൽ അത് റെഡിയായിരിക്കും. പിന്നെ അതിനാരും മറുത്തു പറയാറില്ല.
അങ്ങനെയാണ്. വടകര അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ഇരുത്തം വന്ന നേതാക്കൾ ഇരിക്കുമ്പോഴാണ് പറയുന്നത്. അതൊക്കെ പഴയ KMC നേതാക്കളാണ്. അവര് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, ലത്തീഫാക്ക് ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ ആർക്കും ഒരു തർക്കമില്ല. കാരണം അങ്ങനത്തെ ഒരു പക്വതയുള്ള ഒരു അതൊരു പണ്ഡിതോചിത കഴിവ്. അങ്ങനത്തെ വാക്ക് അദ്ദേഹം പറയുമായിരുന്നു, അത് അംഗീകരിക്കുമായിരുന്നു. അവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി എനിക്ക് ഒന്നും അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ല. കാരണം അത്രമാത്രം മാനസികമായി അദ്ദേഹത്തിന്റെ വിയോഗം നമ്മളെയൊക്കെ തളർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹം തിരിച്ചു വരും അങ്ങോട്ടെന്ന് കരുതിയിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ വിളിച്ചു, നിങ്ങൾ എന്തായാലും റഫാന്റെ സമയത്തൊന്ന് വാ, നമുക്ക് അവിടെ വെച്ച് ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് ഞാൻ റഫയിലേക്ക് വരാൻ നോക്കുന്നുണ്ട്, 9ന്റെ മുമ്പെങ്കിലും അവിടെ എത്താൻ നോക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാൻ, ആ സമയം അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹം ചെയ്ത സുഹൃതങ്ങൾ അദ്ദേഹത്തിന് പരലോകത്ത് പുണ്യങ്ങളാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അദ്ദേഹം ജീവിച്ച കാലത്ത് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അർഹമുർ-റഹീമായ തമ്പുരാനെ നീ അത് പുറത്തു കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തെ ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തിയതായ തമ്പുരാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലളിതമായ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഒരു സദസ്സ് കൂടിയത് ഗാനം അത് കഴിഞ്ഞ് ഒന്ന് ദ്വാ ചെയ്തിട്ട് പോയാൽ മതി. കാരണം ദ്വാ എന്തായാലും വേണമല്ലോ, ഒത്തിരി ആള് കൂടുതലല്ലേ. ആ ദ്വാ ചെയ്തിട്ട് നമുക്ക് പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ലത്തീഫാജിന്റെ പെങ്ങളെ കുട്ടി ഒരു അനുസ്മരണ ഗാനം. السلام عليكم.
വിഭജന തലത്തിലേക്ക് ഒരു ഫാത്തിഹ ചൊല്ലുക ഹദ്റത്ത് നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്ത് മൻ നബീനാഹു വഅലാ ഖാസ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وسن الخواتم واستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أوصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة العالية وابعثه مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واخشرنا وطن تحت ظل لوائه المعبود وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أصحابه البدريين واللهديين والخندقيين والحنينيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين اللهم انفعنا بهم في الدارين يا رب العالمين وإلى أرواح سائر الأولياء والعلماء والشهداء والصالحين اللهم أمدنا بمددهم وانصرنا بنصرهم واحفظنا بحفظهم واحمنا بحمايتهم يا رب العالمين اللهم إنا نسألك بحقهم وبجاههم أن تبارك لنا في جميع أمورنا وأن تجعلنا من عبادك الصالحين وأن تشفي أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ولا ألما وأوصل ثواب قراءتنا إلى حضرة من نويناه هذا خاصة اللهم أنت تعلم منا باسمه ونسبه وتلون القرآن العظيم لأجله اللهم إن كان محسنا فزد في حسناته وإن كان مسيئا فتجاوز عن سيئاته اللهم نور قبره بنور القرآن اللهم شدد قبره بشرف القرآن اللهم وسع قبره مد البصر ببركة القرآن اللهم آت كتابه بيمينه وأسبه حسابا يسيرا اللهم أظلنا وأظله تحت ظل عرشك يوم لا ظل إلا ظلك واسقنا واسقه من كأس حبيبك محمد صلى الله عليه وسلم شربة هنيئة مريئة لا نظمأ بعدها أبدا اللهم افتح إلى قبره بابا من الجنة اللهم البسه من لباس الجنة اللهم أطعمه من طعام الجنة اللهم اشربه من شراب الجنة اللهم اجمع بيننا وبينه في ذلك الأمان مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اغفر له وارحمه واعف عنه وعافه واكرم نزله اللهم نقه من الخطايا كما ينقى الثوب الابيض من الدنس اللهم ابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه اللهم اجمع بيننا وبينه في دار جناتك النعيم مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اوصل ثواب قراءتنا الى حضرة من ماتوا منا
آبائنا وأمهاتنا وسائر أقربائنا يا رب العالمين. اللهم اجمع بيننا وبينهم في دار جناتك النعيم. اللهم أنس وحشتنا ووحشتهم وآمن روتنا ورواتهم ونفس كربتنا وكربتهم ونبر محلتنا ومحلتهم وارفع درجتنا ودرجتهم وكن لنا ولهم وليا وبنا وبهم حفيا. اللهم إذا فارق الفريقان فريق في الجنة وفريق في السعير اجعلنا وإياهم من فريق الجنة بمحض فضلك وكرمك وجودك يا أكرم الأكرمين. اللهم بارك لنا في جميع أمورنا سيما في مجلسنا هذا بركة تامة دائمة كما باركت على عبادك الصالحين. نسألك اللهم من كل هم فرجا ومن كل ضيق مخرجا ومن كل فاحشة سترا ومن كل بلية عافية. اللهم يا حبيب التوابين تب علينا ويا أمان الخائفين آمنا ويا دليل المتخيرين دلنا ويا غياث المستغيثين أغثنا ويا رجاء المنقطعين لا تقطع رجاءنا ويا راحم المساكين ارحمنا ويا غافر المذنبين اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. അർഹമറാഹിമായ രാജസീതായ തമ്പുരാനെ, ഞങ്ങളെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ലത്തീഫാജിയുടെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് വല്ല തെറ്റുകുറ്റങ്ങളും മനുഷ്യ സഹജമായി വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് നീ വർദ്ധിച്ച പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ദീനിനു വേണ്ടിയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ചെയ്തതാണ് അദ്ദേഹം. ഞങ്ങൾ അല്ലാഹുവേ അതിനൊക്കെ സാക്ഷികളാണ്. പടച്ചവനെ, ഞങ്ങൾ ഈ ജനസ്ഥ സാക്ഷ്യത്തിൽ കൊണ്ട് നിന്നോട് പറയുന്നു, അദ്ദേഹത്തിന്റെ ഹസനാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സയ്യിആത്തുകളെ നീ ദൂരീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ കയ്യിൽ വാക്ക് സംബന്ധമായോ പ്രവൃത്തി സംബന്ധമായോ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഖബറിൽ അദ്ദേഹത്തെ നീ അദാബാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തെ അർശയിൽ ഒരുമിച്ച് കൂട്ടുമ്പോ അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ നീ പെടുത്തി തരണേ തമ്പുരാനെ. പടച്ചവനെ, മീസാൻ എന്ന തുലാസ് തൂക്കുന്ന സമയത്ത് ഞങ്ങളും അദ്ദേഹവും ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹസനാത്തിന്റെ തട്ട് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കിതാബ് വലങ്കയിൽ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സിറാത്ത് പാലം മിന്നറിയുന്ന വേഗത്തിൽ കടക്കുന്ന വിഭാഗത്തിൽ അദ്ദേഹത്തെ ഞങ്ങളെയും പെടുത്തി തരണേ തമ്പുരാനെ. അർഹമറാഹിമായ റബ്ബേ, ജീവിതകാലത്ത് ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാഹ്. ഒരു നല്ല മനുഷ്യന്റെ അനുസ്മരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ കാലടിപ്പാടുകൾ കണ്ട് ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബത്തിനും നീ മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. മാരകമായ അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും നശിപ്പിക്കുന്ന രോഗം നൽകല്ല അല്ലാഹ്. പടച്ചവനെ, ജീവിക്കുന്ന കാലത്ത് നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ദോഷികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്, അപകടപ്പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളെ കച്ചവടം, കൃഷി, ജോലി പോലുള്ള കാര്യങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ തമ്പുരാനെ. പടച്ചവനെ, അവസാനമായി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് കാമില ഈമാനാണ്. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാൻ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ റൂഹ് പോയ ശേഷം മക്കൾ കെട്ടിപ്പതിഞ്ഞു കൊണ്ടുപോയി ഖബറിൽ വെച്ച് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും എന്ന വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് മണ്ണിട്ട് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ ഒറ്റക്ക് ഖബറിലാണ്. പടച്ചവനെ, ആ സമയത്ത് ഞങ്ങൾക്ക് നീ എല്ലാ നിലക്കുമുള്ള സന്തോഷം നൽകണേ തമ്പുരാനെ. ഖബർ ഞങ്ങൾക്ക് ഇരുട്ടനാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖബറിൽ പരീക്ഷണത്തിന്റെ വീടാക്കല്ല തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് മൂലിസാക്കണേ അല്ലാഹ്. ഖബറിൽ അദാബാക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല തമ്പുരാനെ. പടച്ചവനെ, ഈ കൂടി നിൽക്കുന്ന എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ പാവങ്ങളായ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണ്. എന്ത് അപകടവും ഞങ്ങൾക്ക് വിധിക്കാനും രോഗം വിധിക്കാനും നിനക്ക് അധികാരമുണ്ട്. പടച്ചവനെ, ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല റബ്ബേ. കരുണയുടെ നോട്ടം നീ ഞങ്ങളിലേക്ക് നോക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്കൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒപ്പം നിന്ന് ലത്തീഫാജി കാണാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിന്റെ കൈപിടിക്കാനും ഒരുമിച്ചിരിക്കാനും
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ അവസരം പറഞ്ഞ റബ്ബേ ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا يا غافر المذنبين آمين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. നന്ദി പറയാൻ വേണ്ടി ഇബ്രാഹിം മാഷ് ക്ഷണിച്ചോളൂ. ഇബാദത്തായി അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ഈ നാട്ടുകാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചു.